ഉണ്ടാവും. ശ്രീ ശ്രീജിത് പണിക്കർ, താങ്കൾ വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ തീരുമാനങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ വിമർശനാത്മകമായി പറഞ്ഞത് ശ്രീ എം.കെ. ഹരിദാസ് ആണ്. ഇവിടെ നേരത്തെ സംസാരിച്ച ആനന്ദ് കൊച്ചുകുടിയും സിബി സത്യനുമൊക്കെ അനുകൂലിക്കുകയായിരുന്നു. ഷാക്കിർ പിന്നെ അനുകൂലിക്കുകയേ ഉള്ളൂ. ശരി. ശ്രീ മഞ്ജുഷ്, ഈ പദ്ധതിയുടെ വയബിലിറ്റി അത് ഫൈനാൻഷ്യലി എത്രത്തോളം ഫീസിബിൾ ആണ്, അതിനെ താങ്ങാനായിട്ട് നമ്മുടെ സ്റ്റേറ്റ് എക്സ്ചക്കറിന് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, പിന്നെ സ്ത്രീകൾക്ക് എല്ലാ കാറ്റഗറിയിലും അവരുടെ സാമ്പത്തികാവസ്ഥ പരിഗണിക്കാതെ ഇത്തരത്തിലുള്ള വെൽഫെയർ സ്കീമുകളൊക്കെ തന്നെ നൽകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ അഭിപ്രായം ഇപ്പോൾ ശ്രീ എം.കെ. ഹരിദാസ് പറഞ്ഞതിനൊപ്പമാണ്. അതിന് കാരണം ഒന്നാമത്തെ കാര്യം സർക്കാരിൻ്റെ ഇത് അവരുടെ പ്രകടന പത്രികയാണ് കേട്ടോ. അതിൽ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ഇത് കൊടുത്തിരിക്കുന്നതിൽ ആകെ പറയുന്നത് സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്ന് മാത്രമാണ്. അതിലെന്തെങ്കിലും തരത്തിലുള്ള റൈഡർ കണ്ടീഷൻസോ അത് ഇന്ന സർവീസ് ടൈപ്പ് ബസ്സുകളിലാണ് എന്നതിനെക്കുറിച്ചോ ഇത്ര ദൂരത്തേക്കാണ് എന്നതിനെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന KSRTCയുടെ ഒരു ബസ് ഉണ്ടെങ്കിൽ അതിൽ മുഴുവൻ സീറ്റുകളും സ്ത്രീകൾ ഓക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബസ് സൗജന്യമായിട്ട് അവിടേക്ക് പോയിട്ട് തിരിച്ചു വരണം എന്നത് തന്നെയാണ് ഈ ഒരു ഗ്യാരണ്ടിയുടെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നമുക്ക് വലിയൊരു എക്കണോമിക്കൽ ഡിവൈഡ് ഉള്ള ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് സ്ത്രീകളാണ് എന്ന ഒരൊറ്റ കാരണത്താൽ ഇത്തരത്തിലുള്ള വെൽഫെയർ സ്കീമുകൾ ഡയറക്റ്റ്ലി യാതൊരു വിധത്തിലുള്ള കണ്ടീഷൻസും ഇല്ലാതെ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു കാര്യമുണ്ട്. അതേപോലെ തന്നെയാണ് ഇൻഷുറൻസിന്റെ പദ്ധതിയും. എല്ലാ വീടുകൾക്കും ഓരോ ഹൗസ് ഹോൾഡിന് എന്നാണ് 25 ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറയുന്നത്. അത് ഇൻഷുറൻസ് ആണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. പക്ഷെ അത് എല്ലാ ആൾക്കാരും അതിൽ തന്നെ ഉപയോഗിക്കേണ്ടതുണ്ടോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമുണ്ട്. പലർക്കും കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും, വ്യക്തിപരമായിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. ഇതിനേക്കാൾ വലിയ തുകയ്ക്ക് ഇൻഷുർ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അഫോർഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആൾക്കാർക്ക് വ്യത്യസ്തമായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ തന്നെ ഒരു സോഷ്യലിസം കാണിച്ചുകൊണ്ട് അത് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അപകടം, ഇത് പ്രഖ്യാപനമായിട്ട് ആൾക്കാരുടെ മുന്നിലേക്ക് വെക്കുകയും ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ സമയത്ത് നമ്മൾ കണ്ടതാണ് KSRTC ബസ്സുകളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ, അതേപോലെ കോൺഗ്രസിന്റെ സീനിയർ നേതാക്കൾ ഇവരൊക്കെ തന്നെ കയറിയതിന് ശേഷം ഇതിന്റെ ബ്രോഷറുകളുടെ കോപ്പി ആൾക്കാർക്ക് കൊടുക്കുകയും എന്നിട്ട് ഈ സ്ത്രീകളോട് നോക്കൂ, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മെയ് 15 മുതൽ ഇനി ഫ്രീ സർവീസ് ആണ്, നിങ്ങൾക്ക് ഒരു പൈസ പോലും മുടക്കാതെ ഈ സർവീസ് എല്ലാം തന്നെ ഉപയോഗിക്കാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിൽ ഒരു തരത്തിലുള്ള റൈഡർ കണ്ടീഷൻസ്, നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ സ്റ്റാർ കണ്ടീഷൻ സപ്ലൈ എന്നൊരു കാര്യമില്ല, അവരുടെ മാനിഫെസ്റ്റോയിലും അതില്ല. അപ്പോൾ ഇനി അത് വെക്കുകയാണെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിലാണ്, ഓർഡിനറി ബസ്സുകളിലാണ്, സിറ്റി സർവീസിലാണ് എന്ന രീതിയിലത്തേക്ക് പറയുകയോ, ദീർഘദൂര ബസ്സുകൾക്ക് അതില്ല എന്ന് പറയുകയോ, ഏതെങ്കിലും ഒരു കാറ്റഗറി ഓഫ് വെഹിക്കിൾസിന് അതില്ല എന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ